പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള കഴിഞ്ഞ റാങ്ക് പട്ടികയിലെ നിയമന ശുപാർശ 12,051 അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്ക് വിവിധ ജില്ലകൾ നിയമന ശുപാർശ അയച്ചതോടെയാണ് 12,000 കടന്നത്. ഇനിയും ഒഴിവുകളിൽ നിയമന ശുപാർശ തയ്യാറാക്കാനുണ്ട്. ഓണം കഴിയുന്നതോടെ നിയമന ശുപാർശ അന്തിമമാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ അവസാന നാളുകളിലായി 15,000 ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തത്. ജൂലൈ 31 കാലാവധി തികച്ച LDC റാങ്ക് പട്ടികയിൽ നിന്നാണ് ഇവയിലേക്ക് നിയമന ശുപാർശ അയക്കുക. ഇതിനു പുറമെ കോടതി നിർദ്ദേശപ്രകാരം പ്രൊവിൻഷ്യലായി റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുമുണ്ട്. പ്രൊവിൻഷ്യലായി റിപ്പോർട്ട് ചെയ്തത് 637 ഒഴിവുകളാണ്. കോടതിയുടെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ തയ്യാറാക്കുക. അതിന് അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കണം. ഇതിനു മുമ്പത്തെ റാങ്ക് പട്ടികയിൽ നിന്ന് 12,069 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരുന്നത്. ക്ലർക്ക് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമന ശുപാർശയാണ് ഞാനിനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം 1297 അഡ്വൈസ് പോയിട്ടുണ്ട്. അവസാനമായിട്ട് അഡ്വൈസ് പോയത് 2/8/2025 കൊല്ലം 891 അഡ്വൈസ് പോയിട്ടുണ്ട്. 4/8/2025 ലാസ്റ്റ് അഡ്വൈസ് പോയത്. പത്തനംതിട്ട 679 അഡ്വൈസ് 1/8/2025 പോയത്. ആലപ്പുഴ 759 11/8/2025. കോട്ടയം 819 2/8/2025. ഇടുക്കി 595 26/7/2025. എറണാകുളം 1276 അഡ്വൈസ് പോയത് 12/8/2025. തൃശ്ശൂർ 1023 18/7/2025. പാലക്കാട് 923 4/7/2025 അഡ്വൈസ് പോയത്. മലപ്പുറം 1065 23/7/2025 പോയി. കോഴിക്കോട് 935 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 25/7/2025. വയനാട് 382 ഏറ്റവും കുറവ് വയനാടാണ്. 17/7/2025 അഡ്വൈസ് പോയത്. കണ്ണൂർ 1005 1/8/2025 അഡ്വൈസ് പോയത്. കാസർഗോഡ് 402 1/8/2025. അങ്ങനെ ആകെ LDC കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും അഡ്വൈസ് പോയേക്കുന്നത് 12,051 അഡ്വൈസുകളാണ്. ഇപ്പോഴും അഡ്വൈസ് പൂർത്തിയായിട്ടില്ല. ഇനിയും കുറച്ചും കൂടി, അതായത് ഓണത്തിന് ശേഷം അഡ്വൈസ് വിടാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്ര ലാസ്റ്റ് ഇത്ര ടോട്ടൽ എന്ന് പറയാനായിട്ട് ആ നിയമന ശുപാർശ പൂർത്തിയായാൽ മാത്രമേ ടോട്ടൽ കണക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള കണക്കുകളാണ് 12,051 അഡ്വൈസിൻ്റെ കാര്യം. ഇനിയും ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് വേണം പുതിയ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോകാനായിട്ട്. അപ്പോൾ പുതിയ ലിസ്റ്റുകാർ പേടിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ LDC 2025 റാങ്ക് ലിസ്റ്റ് എന്നാണോ വന്നത്, അതായത് ആഗസ്റ്റ് 1 വന്നത്. അപ്പോൾ അന്ന് മുതൽ ഉണ്ടായ ഒഴിവുകളെല്ലാം നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ ജൂലൈ 31 വരെയുള്ള എല്ലാ ഒഴിവുകളുമാണ് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് അർഹതപ്പെട്ടതാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വൈസിൻ്റെ അപ്പോൾ പുതിയ ലിസ്റ്റിലുള്ളവർ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വേഗം തന്നെ പുതിയ ഒഴിവുകളൊക്കെ കണ്ടെത്താൻ നോക്കുക. അതായത് LDC 2026 ധാരാളം പ്രൊമോഷൻസും അതുപോലെ റിട്ടയർമെൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് നല്ല ഒഴിവുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾക്കും ധാരാളം നിയമനങ്ങൾ കിട്ടും. ഇപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുന്നിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് ഡിലീഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് അന്വേഷിച്ചറിയുക. ഡിലീഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, റീലിംഗ്വിഷ്മെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ ആ വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് PSCയിൽ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ പെട്ടെന്ന് ഒഴിവുകൾ നിർത്തിക്കൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ ഓരോ വകുപ്പിൽ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഈ വേക്കൻസീസൊക്കെ അറിയിക്കാൻ, PSC അറിയിക്കാനായിട്ട് ഡിലേ കാണിക്കും. അപ്പോഴാണ് നമ്മളുടെ നിയമനങ്ങൾ താമസിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ടൊരു ബൾക്കായിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ അത്രയും ലാസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഒഴിവുകൾ അപ്പം നമ്മളും റിപ്പോർട്ട് ചെയ്യാനായിട്ട് RTA കൊടുത്ത് ഒഴിവുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമ്മൾ വാങ്ങിച്ചെടുക്കുക. ആ ഒഴിവുകളും കൊണ്ടുപോയി PSCയിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾക്ക് ജോലി പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.